ഹായ്. നമുക്ക് ഇന്ന് ക്രോസ് കട്ടിങ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനാദ്യമേ നമുക്ക് തുണി നമ്മളിങ്ങനെ എടുക്കുക, ക്രോസ് ആയിട്ട് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ടേപ്പ് എടുക്കുക. നമുക്ക് ആദ്യം നടുക്കോട്ട് വെച്ചിട്ട് ആദ്യം നമുക്കൊരു 12 ഇഞ്ചാണ് അവിടെ ഒരു പോയിന്റ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു 5.5 ഇഞ്ച് ഷോൾഡർ വേണം, അവിടെ ഒരു പോയിന്റ് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് അവിടെ നിന്നൊരു കൈക്കുഴി, അതും 5.5 ഇഞ്ചാണ് പോയിന്റ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ കഴുത്തിൻ്റെ വീതി ഒരു 2 ഇഞ്ചാണ് എടുക്കണേ, അവിടെ ഒരു പോയിന്റ്. അവിടെ നിന്ന് നമുക്ക് താഴോട്ട് ഒരു 5.5 ഇഞ്ചാണ് കഴുത്തിറക്കാൻ വേണ്ടുള്ളത്, അവിടെ ഒരു പോയിന്റ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ബ്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു 9 ഇഞ്ചാണ് വേണ്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ട് നമുക്ക് അവിടുന്ന് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇടുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കഴുത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു 5.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിന് ശേഷം നമുക്ക് ഈ കൈയുടെ ഈ ഷോൾഡറിന് ഇടുന്ന ഈ ഒരു കൈക്കുഴിയുടെ 1/2 ഇഞ്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു 2.5 ഇഞ്ച് ഒരു ടിക്ക് കൊടുത്തിട്ട് നമുക്ക് അവിടുന്ന് കറക്റ്റ് റൗണ്ടിന് നമുക്ക് കൈക്കുഴി കട്ട് ചെയ്തെടുക്കാം. അതേപോലെ നമുക്ക് കഴുത്തും കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതിപ്പോൾ വരച്ചിട്ടിരിക്കുവാണ്, ഇതിനി കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ബാക്ക് സൈഡാണ് എടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് നമ്മൾ ഇതേപോലെ തുണി നിവർത്തിയിട്ടിട്ട് ഇനി നമുക്ക് ഏറ്റവും താഴെ ഒരു 1.5 ഇഞ്ച് പോയിന്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് മുകളിൽ നിന്ന് താഴെ വരെ ആ പോയിന്റ് ചെയ്തില്ല അവിടെ വരെ ഒരു 15 ഇഞ്ച് അത് പോയിന്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഷോൾഡർ എടുത്തിട്ട് നമ്മൾ ഫ്രണ്ട് ചെയ്തേക്കണം അതേ ഷോൾഡർ തന്നെയാണ് എല്ലായിടവും കൊടുത്തേക്കണത്. ഷോൾഡർ 5.5, കൈക്കുഴി 5.5, നമ്മളെ കഴുത്തിൻ്റെ ബാക്കിലത്തെ ഇറക്കമാണ് മാത്രം കൂട്ടി കൊടുത്തേക്കണം ഒരു 7.5 ഇഞ്ച്. ഇങ്ങനെ വണ്ണം വന്നേക്കണത് നമുക്ക് വീതി കൊടുത്തേക്കണം നമുക്കൊരു 2 ഇഞ്ചുമാണ്. എന്നിട്ട് നമുക്കിത് കൈക്കുഴിയെല്ലാം ബാക്കിയെല്ലാം നമ്മൾ അതേ അളവിലാണ് കൊടുത്തേക്കണത്. ബാക്കിലത്തെ വണ്ണത്തിൻ്റെ അളവ് വരുന്നത് ഒരു 8.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടി വരുന്നത്. നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഇട്ട് നമുക്ക് 10 ഇഞ്ച്. ഓക്കെ, നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കണ്ടോ. സ്ലീവ് കട്ട് ചെയ്യാം. അതിന് നമുക്ക് ആദ്യമേ ഒരു 12 ഇഞ്ച് നീളത്തിൽ നമുക്ക് ഒരു പോയിന്റ് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വണ്ണം ഒരു 5.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടുള്ളത്, അതൊരു പോയിന്റ് ചെയ്തിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തെ വണ്ണം വേണ്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 9.5 ഇഞ്ച് ഉണ്ട്. ആ 9.5 ഇഞ്ച് നമുക്ക് എടുക്കാം. എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്കിതാ ഇങ്ങനെ ഇതേപോലത്തെ ഒരു സ്കെയിൽ എടുക്കുക. നമുക്കിതാ ഇതേപോലെ ഒരു ലൈൻ വരയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പോയിന്റുകൾ തമ്മിൽ ഇതേപോലത്തെ ഒരു സ്കെയിൽ എടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ആ കൈക്കുഴിയും വരച്ച് നമുക്ക് എടുക്കാം. കണ്ടോ, ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഫ്രണ്ട് പീസിൽ നിന്നും നമുക്ക് കട്ട് ചെയ്ത് ഫ്രണ്ടിൽ അടിച്ച് വയ്ക്കാനുള്ളതാണ്. ഇത് നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ഈ പീസ് കണ്ടോ, ഈ ക്രോസ് കട്ടിങ് നമ്മൾ ചെയ്തേക്കണേ ഈ പീസിനകത്തോട്ട് ഇതെടുത്ത് നമുക്ക് ഇങ്ങനെ എടുത്ത് കറക്റ്റായിട്ടൊരു ഫ്രണ്ട് അവിടെ ഇങ്ങനെ തുണി ബാലൻസ് ഉള്ളതിനകത്തോട്ട് വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു 3 ഇഞ്ച് കണ്ടോ, നമ്മളാ വെച്ചേക്കുന്ന ഒരു 3 ഇഞ്ച് താഴോട്ട് 3.5 ഇഞ്ച് നമുക്ക് പോയിന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെയും ഒരു 3.5 ഇഞ്ച് പോയിന്റ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അളവിന് തന്നെ നമുക്കിവിടെ ക്രോസ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇവിടെ താഴെ നമുക്ക് നേരെ തന്നെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ക്രോസ് കട്ട് ചെയ്ത് എടുക്കാം, ക്രോസ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ബ്ലൗസിൻ്റെ ഹൂക്ക് വെക്കുന്ന ഇതും കൂടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വീഡിയോ കാണുക, കണ്ട് നിങ്ങൾ നന്നായിട്ട് ബ്ലൗസ് തയ്ക്കാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ കറക്റ്റായിട്ടും ബ്ലൗസ് തയ്ച്ചിരിക്കും. അതേ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ എനിക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.